ഭൂകാരി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ അത്ര പണ്ടൊന്നുമല്ല, ആൾക്കാർ ഇതിനെ വിളിച്ചിരുന്നത് BBL ഗാരി എന്നാണ്. പിന്നെ 98 നമ്മൾ റനീസ് റഹ്മാൻ, നിങ്ങൾക്കറിയാം, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വെച്ചോടുള്ള G-Tech, ഇവൻ സിംഗപ്പൂരിൽ പോയി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ബുൾഗാരിയാണെന്ന്. ഇപ്പം അവിടുന്ന് പോയി ഭൂകാരിയായി. ഇതൊന്ന് പണയം വെക്കണം. അല്ല, ഇപ്പം നിങ്ങൾ ഏത് രാജ്യത്തപ്പോൾ ഉള്ളത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വാച്ച് പണയത്തിനെടുക്കുമോ? പണ്ട് സീക്കോ റേക്കോക്കെ ആണെങ്കിൽ അക്കാലത്ത് അത് ശരി. ഒറിജിനലാണത്. ഈ ഇരിക്കുന്ന ഹക്കീം ചേട്ടൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുണ്ട്, മെയ്ഡ് ഇൻ ബേപ്പൂർ. അപ്പോഴാണ് ഒരു ഭൂകാരി. പൊന്നാണെങ്കിലും പൊരുളാണെങ്കിലും ഇതാ ഇങ്ങനെ ഉള്ളം കയ്യിൽ എടുത്തു വെച്ചാൽ ഇൻ്റെ ഞരമ്പുകൾ പറയും, മോനെ ഹക്കീമേ പുന്നാര മുത്തേ അത് ഒറിജിനലാണെന്ന്. അല്ലെങ്കിൽ എടാ ഹക്കീമേ പഹയ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും. നിങ്ങൾക്കറിയോ, ഇവിടെ തൃശ്ശൂരടുത്ത് പെരുമ്പിലാവിൽ ഒരു അബ്ദുൽ കരീം ഹാജി ഉണ്ട്. മൂപ്പര് താന്നൂർന്ന് ഒരു 5-8 കൊല്ലപ്പിള്ളേരും കൂട്ടിയിട്ട് മലേഷ്യയിൽ പോയി വാച്ച് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് നമ്മളിവിടുത്തെ ടൈറ്റാനിയം സിറ്റീസിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഷോറൂമിൽ തന്നെ വെക്കലാ പരിപാടി. ഈ കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ അതും കെട്ടി സുജായിമാരായി നടക്കുന്നുണ്ട്. ഇപ്പൊ തെക്കന്മാരെ പണി ഇമാതിരി ഐറ്റംസിന്റെ അച്ചുണ്ടാക്കലാ. കൽക്കപ്പന്മാരല്ലേ ടാഗ്യോറിന്റെ വാച്ചൊക്കെ ഇപ്പൊ കൊച്ചിയിൽ ഇറങ്ങുന്നത്. ശരി, പണയം വേണ്ട. എന്ത് വിലത്? ഒരു 6000 ഉറുപ്പ്യക്കാണ് കബൂൽ. 6000 രൂപയോ? 1 ലക്ഷം രൂപ ഉണ്ടതിന്? ഇതിന്റെ വിലയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. പഴകിടയിലനുസരിച്ച് വില കൂടാണ്ട് ഭൂമിയൊന്നും അല്ലല്ലോ. ഏന്ത്യ മുന്തി ഐറ്റന്റെ 10,000 കാണണം നിങ്ങൾക്ക്. ഭൂകാരിന്റെ ഡയഗണോ സീരീസ്. 6000 രൂപ എന്നൊക്കെ പറഞ്ഞാ ഗ്യാരണ്ടി കാർഡില്ല, ബോക്സ് ഇല്ല, പോട്ടെ വാങ്ങിയ കടന്ന കവർ പോലും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാ? 6000 തന്നെ ജാസ്തിയാ. 6000 6000 തരൂ. ആദ്യത്തെ കച്ചവടം ഏതാണ്ട് എത്ര സ്ട്രിക്റ്റ്. അതെ, ഇങ്ങനത്തെ ഐറ്റംസ് ഇനിയും ഇവിടെ എടുക്കും കേട്ടോ. പക്ഷെ ഇപ്പം ഇവിടെ കൊച്ചിയിൽ നല്ല മൂവിങ് ഉള്ള ബ്രട്ട്ലിങ്ങും ബോമൻ മെർസിലൊക്കെയാണ്. നിങ്ങൾ ആ സാധനം കൊണ്ടുവന്നോളി, വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ചായക്ക് വരട്ടെ. വേണ്ട, ഈ ടിപ്പു സുൽത്താൻ ഹോട്ടലിലേക്കുള്ള എളുപ്പ വഴി. ടിപ്പു സുൽത്താൻ ഹോട്ടലിൻ്റെ അതിൻ്റെ പിന്നെ തന്നെ ഈ സൈഡിൽ ഒരു തോടുണ്ട്, അതിനെ കല പിടിച്ച് അങ്ങനെ പറഞ്ഞാട്ട് പോയാൽ മതി. ആ ഒറിജിനൽ തന്നെ അല്ലേ? കാണാ ഹമീദ. ആ ബില്ലങ്ങ് കൊടുത്തേക്ക്. 2300 രൂപയോ? ഇതാർക്കത്? ആവശ്യമുള്ളവര് വെളിയിലും ഉണ്ടല്ലോ. സാറ്, ആന ഫ്രൈ കിട്ടുമോ എന്ന് ചോദിച്ചെന്ന് കേട്ടോ. കിട്ടായിക ഒന്നുമില്ല സാറേ. പണ്ട് നഞ്ചാങ്കോടിനടുത്ത് കട നടത്തിയിരുന്നപ്പോ അതും ഞാൻ വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ അറിയേക്കാം.